ട്രാവൽ ആൻഡ് ഹിസ്റ്ററിയുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ചൈനയിലെ വൻമതിൽ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള മതിലാണ് ചൈനയിലെ വൻമതിൽ. ഇതിന് 21,000 കിലോമീറ്റർ കൂടുതൽ നീളം വരും. ഉയരം 4.57 മുതൽ 9.2 വരെ മീറ്ററും കനം 9.15 മീറ്ററുമാണ്. BC 221 നിർമ്മാണം ആരംഭിച്ച ഈ മതിൽ പൂർത്തിയാക്കാൻ 15 വർഷം വേണ്ടി വന്നു. കല്ലുകളും ഇഷ്ടികകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരമൊരു കൂറ്റൻ മതിൽ നിർമ്മിച്ചത് എന്തിന് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലുള്ളവർക്ക് ചൈന സാമ്രാജ്യത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു. 5 ശതാബ്ദത്തോളം അവർ ചൈനയിലെ ജനങ്ങളെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ഈ സ്ഥിതി അവസാനിപ്പിക്കണമെന്ന് ചിൻ ഷി ഹുവാങ് ദൃഢനിശ്ചയം ചെയ്തു. വടക്കൻ പ്രവിശ്യയിലുള്ളവർ രാജകുടുംബത്തിന്റെ നാശത്തിനിടയാക്കുമെന്ന ഒരു അരുളപ്പാട് സ്വപ്നത്തിൽ ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ഭീതി വർദ്ധിച്ചു. ശത്രുക്കൾ കുതിരപ്പുറത്തായിരുന്നു ആക്രമണത്തിനെത്തിയിരുന്നത്. അങ്ങനെ വന്നാൽ ഒരു മതിൽ പണിത് അവരെ തടയാമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ മതിലിന്റെ പണി തുടങ്ങി. ഷാങ് ഹൈവാൻ എന്ന സ്ഥലത്തു നിന്നാണ് അത് ആരംഭിച്ചത്. ഭിത്തി നീണ്ടുപോകും തോറും ചോരയൊഴുക്കിയ നിരവധി സംഭവങ്ങളാണ്. മതിൽ പൂർത്തീകരിക്കണമെന്ന മോഹം രാജാവിന് വർദ്ധിച്ചതോടെ അദ്ദേഹത്തിന്റെ മനുഷ്യത്വം തീരെ ഇല്ലാതായി തീർന്നു. ഏകദേശം 10,000 ആളുകൾ വൻമതിലിന്റെ നിർമ്മാണ രംഗത്ത് മൃഗങ്ങളെപ്പോലെ പണിയെടുത്തിരുന്നു. മതിലിന്റെ നിർമ്മാണ സമയത്ത് ആരും വിശ്രമിക്കാൻ പാടില്ല എന്നായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പന. ആരെങ്കിലും ഇടയ്ക്ക് വിശ്രമിച്ചാൽ പിന്നെ വൻമതിനുള്ളിൽ നിത്യവിശ്രമം കൊള്ളാം. രോഗം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനോ ദാഹിച്ച് വലയുന്നവർക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കുന്നതിനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മൃതദേഹം മറവ് ചെയ്യാൻ പ്രത്യേക ചടങ്ങുകളുണ്ടായിരുന്നില്ല. മതിലിന് വേണ്ടി കുഴിക്കുന്ന കുഴികളിലാണ് മിക്ക ആളുകളുടെയും അടക്കം ചെയ്തിരുന്നത്. അതിനു മുകളിൽ വീണ്ടും മതിൽ പണിതുയർത്തി. ചുരുക്കത്തിൽ കല്ലുകൾക്കൊപ്പം മനുഷ്യരും മൃതശരീരങ്ങളും മതിലിന് ഇഷ്ടികകളായി. മതിലിന് വേണ്ടി ഉപയോഗിക്കേണ്ട കല്ലുകൾ ചെത്തി വളരെ മിനുസമുള്ളതാക്കി തീർക്കണമെന്നൊരു ജോലി ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ പിഴവ് വത്തിയാൽ രാജകിങ്കരന്മാർ ജോലിക്കാരെ വളരെയധികം പീഡിപ്പിക്കും. ഇന്ന് അത് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ചക്രവർത്തി ഭയപ്പെട്ടു തന്നെ സംഭവിച്ചു എന്നത് നിർഭാഗ്യകരമായ ചരിത്രമാണ്. വൻമതിലിൻ്റെ പല ഭാഗങ്ങളും കാലക്രമത്തിൽ തകർന്നിടിഞ്ഞപ്പോൾ മംഗോളികൾക്ക് ചൈനയെ ആക്രമിക്കാൻ അവസരം ലഭിച്ചു. ഇന്നിത് പാതിയും തകർന്ന നിലയിലാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.